അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഒരു അറിവ് പങ്കുവെക്കാമെന്ന് കരുതി. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്കടിമപ്പെട്ട വിധേയരായ ഒട്ടനവധി ആളുകളെ നാം കാണാറുണ്ട്. രോഗങ്ങളെ കൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു ദിക്ർ ചൊല്ലാറുണ്ട്. അതുപോലെ തമ്മാടികളായ ആളുകളുണ്ടാവും, ഫാസിഖീങ്ങളായ മുബ്തദിഈങ്ങളായ ആളുകൾ, തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർ, ബിദ്അത്തിന്റെ കക്ഷികൾ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. ആദ്യം പറഞ്ഞ വിഭാഗം പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളുണ്ടാവും. അവരെ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലരുത് ഇനി പറയാൻ പോകുന്ന ദിക്ർ. അതേസമയം രണ്ടാമത് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ഫാസിഖീങ്ങളും മുബ്തദിഈങ്ങളുമായ തമ്മാടികളും പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവർ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണമെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്താണ് ചൊല്ലേണ്ട ദിക്ർ? ആ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലം എന്തെന്നറിയോ നിങ്ങൾ? അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നമ്മൾ അകപ്പെടുകയില്ല എന്നുള്ളതാണ്. ഒരു കാലത്തും അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക്, വിഷമങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക് നാം വിധേയരാവുകയില്ല എന്നതാണ് ആ ദിക്റിന്റെ പ്രത്യേകത. മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ മഹാനരായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, മാ മിൻ റജുലിൻ റആ മുബ്തലൻ ഫഖാല അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഇല്ലാലം യുസിബുഹു ദാലിക്കൽ ബലാഉ കാഇനം മാ ഖാന, ഒരു കാലത്തും അങ്ങനെയുള്ള മുസീബത്ത് അയാളെ ഏശുകയില്ല എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്റാണ് ചൊല്ലേണ്ടത്. അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ നമ്മൾ പഠിക്കുക. ചൊല്ലേണ്ട സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അതിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നാം ചൊല്ലുക. അള്ളാഹു സർവ്വവിധത്തിലുള്ള ആഫാത്ത്, മുസീബാത്ത്, വിഷമങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ബേജാറുകളെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളെ മുഹിബ്ബീങ്ങളെയും ഒക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും കാണാതെ പഠിക്കുക, ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശുക്റിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.